നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൂരിയും കിഴങ്ങ് കറിയുമാണ്. പൂരിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് 4 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് അതിലോട്ട് 2 സ്പൂണ് അയമോദവും ഇട്ട് 1 സ്പൂൺ ഉപ്പും ഇട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. റൊട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. രണ്ട് സ്പൂൺ അയമോദം ഇട്ടത് പൂരിക്ക് രുചിക്കും മണത്തിനും വേണ്ടിയിട്ടാണ്. ആട്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് കിഴങ്ങ് കറിക്കുള്ള തയ്യാറിയാണ്. കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് ആദ്യമേ കിഴങ്ങൊന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 4 കിഴങ്ങ് മീഡിയം സൈസ് കിഴങ്ങ് 4 എണ്ണം എടുത്ത് അരിഞ്ഞിട്ടുണ്ട് വലുതായിട്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കിഴങ്ങ് വറുത്തെടുത്ത അതേ എണ്ണയിലോട്ട് 3 സവാള ഉള്ളി കനം കുറച്ചരിഞ്ഞതും 5 പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിക്കകത്തോട്ട് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. ഉള്ളിയും പച്ചമുളകും അല്പം വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇടുക. ഇതിനകത്തോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഇടുക. മസാല മൂത്ത ശേഷം ഇതിനകത്തോട്ട് 2 സ്പൂൺ പാൽപ്പാട ഒഴിക്കണം. പാൽപ്പാട ശരിക്കും ഉരുകി അതിനകത്തോട്ട് 2 സ്പൂൺ പെരുംജീരകപ്പൊടി ഇടാം. ഇതിലോട്ട് 2 തക്കാളിക്ക് കനം കുറച്ചരിഞ്ഞതുണ്ട്. അതിട്ട് ഇച്ചിരി നേരം വേവിക്കാം. തക്കാളിക്ക് ഇട്ട് ഇളക്കിയ ശേഷം അത് അല്പനേരത്തേക്ക് വേകാനായിട്ട് അടച്ച് വെക്കണം. അതിന് ശേഷം വഴറ്റി വെച്ചിരിക്കുന്നതായ കിഴങ്ങ് അതിലിട്ട് ഇളക്കി വെള്ളം ഒഴിച്ച് അല്പനേരം വേകാൻ വെക്കുക. പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച ശേഷം ഇതിനകത്തോട്ട് അല്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് ഇളക്കി ഇറക്കുക. ഇനി അടുത്തതായിട്ട് പൂരിക്കുള്ള തയ്യാറി ചെയ്യാം. അതിന് ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പൂരിക്ക് വേണ്ടി വീണ്ടും ആട്ട ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് പൂരി ഉണ്ടാക്കുന്നതിന് റൊട്ടി പലകയിൽ വെച്ചും പരത്താം. അല്ലാതെ കണ്ട് പൂരിയുടെ മെഷീൻ കിട്ടും. ആ മെഷീനിലും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്പം എണ്ണമയം കയ്യെ തൂത്ത് വേണം ഇത് എടുക്കാൻ. പൂരി മെഷീനിലും അല്പം എണ്ണ ഒഴിക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ചൂടായ എണ്ണയിലിട്ട് ഇതെടുത്തിടാം.